أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. صلاة والسلام عليك يا سيدنا يا رسول الله. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ربي يسر ولا تعسر. رب زدنا علما وحلما وفهما وعقلا وأدبا وحفظا وورعا وإيمانا كاملا. رب تمن بالخير والسعادة إنك على كل شيء قدير. اللهم اغفر لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولأزواجنا ولأولادنا ولأحبابنا ولجميع أمة سيدنا محمد صلى الله عليه وسلم، لا سيما لمصنف هذا الكتاب ولجميع المصنفين والشارحين والمحشين من أهل السنة والجماعة. ബഹുമാനികളെ, ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിൻ്റെ കിതാബുൽ അർബഈൻ അതിലെ 22-ാമത്തെ ഹദീസ്, അൽ ഹദീസ് സാനി വൽ അശ്റൂൻ. ഇതിൽ പ്രതിപാദ്യ വിഷയം ത്വരീഖുൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. عن أبي عبد الله جابر بن عبد الله الأنصاري رضي الله عنهما أن رجلا سأل رسول الله صلى الله عليه وسلم فقال: أرأيت إذا صليت الصلوات المكتوبات وصمت رمضان وأحللت الحلال وحرمت الحرام ولم أزد على ذلك شيئا أأدخل الجنة؟ قال نعم. رواه مسلم. ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അബൂ അബ്ദില്ല എന്ന് ഓമനപ്പേരുള്ള ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു. ജാബിർ റളിയല്ലാഹു അൻഹുവിനെയും അവിടുത്തെ അഭിവന്യ പിതാവിനെയും മുസ്ലിം ലോകത്ത്, വിശിഷ്യ ഹദീസ് ലോകത്ത് എല്ലാവർക്കും സുപരിചിതമാണ്. റവാലിൽ മുസ്ലിമീന അൻ നബിയിഹിം അൽ ആദം സല്ലല്ലാഹു അലൈഹി വസല്ലം 1540 ഹദീസൻ. 1500-ൽ പരം ഹദീസ് മഹാനവറുകൾ ജാബിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്രയും ഹദീസ് ഹൃദ്യസ്ഥമാക്കുകയും അത് മറ്റുള്ളവരിലേക്ക് പകർന്ന് നൽകുകയും പിന്നീട് തലമുറകളായി കൈമാറി വരികയും ചെയ്യുന്ന ആ വലിയ കർമ്മം നിർവഹിച്ച മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ തൻ്റെ പിതാവിനോടുകൂടെ തൻ്റെ ചെറിയ പ്രായത്തിൽ അവരെ പിതാവാണ് അബ്ദുല്ലാഹിബ്നു അംർ അൽ ഖസ്റജി അൽ അൻസ്വാരി. ഖസ്റജി കുടുംബമാണ്, മദീനക്കാരാണ്, അൻസാരിയാണ്. മഹാനവറുകൾ തൻ്റെ പിതാവിൻ്റെ കൂടെ ചെറിയ പ്രായത്തിൽ തന്നെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബൈഅത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയ മഹാനാണ്. ഫഖദ് ബായഅ റസൂലൽ അഅ്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ തുഫൈൽ ലം യബ്ലുഗിൽ ഹുലും. പ്രായപൂർത്തിയാകുന്നതിൻ്റെ മുമ്പ് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ബൈഅത്ത് ചെയ്യാൻ ഭാഗ്യം കിട്ടിയവർ, ചെറിയ പ്രായത്തിൽ തന്നെ അവിടുത്തെ ശിഷ്യനായി വളരാൻ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശിഷ്യനായി വളരാൻ ഭാഗ്യം ലഭിച്ചവർ, നേരത്തെ പറഞ്ഞതുപോലെ അത്രയും ഹദീസ് നിവേദനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവർ, ഇങ്ങനെ ധാരാളം സവിശേഷതകളുള്ള മഹാനാണ് സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു.
മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദിനരാത്രങ്ങളിൽ വളരെ വിശേഷിതമായ പല സംഭവങ്ങളും പ്രതിപാദിക്കപ്പെടേണ്ട ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. യുദ്ധത്തിൻ്റെ തലേ ദിവസം ഉപ്പ മഹാനവറുകളെ വിളിച്ചു. മഹാനവറുകൾക്ക് 9 സഹോദരിമാരായിരുന്നു ഉണ്ടായിരുന്നത്. അവരെ കാര്യം നോക്കാൻ ഉപ്പ പടക്കളത്തിലേക്ക് പോയാൽ പിന്നെ മഹാനവറുകളാണ് ഉള്ളത്. ചെറിയ പ്രായവുമാണ്. മഹാനവറുകളുടെ ഉപ്പ അവരെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അഭിപ്രായത്തിൽ ഉഹദ് യുദ്ധത്തിൽ ആദ്യമായി കൊല്ലപ്പെടുന്നത് ഞാനായിരിക്കും. ഇനി നാളെ നടക്കാൻ പോകുന്ന ഉഹദ് യുദ്ധത്തിൽ ആദ്യ ഷഹീദായിട്ട് ഞാൻ എന്നെ കാണുന്നു. അതുകൊണ്ട് എനിക്ക് ബാക്കിയുള്ളത് എൻ്റെ മകനാകുന്ന നിങ്ങളാണ്. എനിക്ക് കുറച്ച് കടമുണ്ട്. ആ കടം നിങ്ങൾ വീട്ടണം. 1. രണ്ടാമത്, നിങ്ങളുടെ സഹോദരിമാരോട് കരുണ കാണിക്കണം. 3. അവരോട് നന്നായി സതുപദേശം നടത്തണം. ഇസ്ലാമികമായി അവരെ നന്നായി ഉപദേശിച്ച് നല്ല മാർഗത്തിൽ നടത്തണം. പറഞ്ഞതുപോലെ ഉഹദിൻ്റെ രണാങ്കണത്തിൽ ആദ്യമായി വീരമൃത്യു വരിച്ചത് മഹാനവറുകളായിരുന്നു. അങ്ങനെ തൻ്റെ ഉപ്പയെ ദഫൻ ചെയ്ത് മറമാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നബിയെ, എൻ്റെ ഉപ്പ വഫാത്തായി, അവർക്ക് കടമുണ്ട്, എനിക്കത് വീട്ടാൻ മാർഗമില്ല. ഇനി എന്തെങ്കിലും ചില്ലറ കാരൊക്കെ വീട്ടിലുള്ളത് ഞാനത് വീട്ടിയാൽ എൻ്റെ പങ്ങന്മാരുടെ സ്ഥിതി മറ്റൊന്നാണ്. അപ്പോൾ എനിക്കതിന് മാർഗമില്ല എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനവറുകളെ വിളിക്കുകയും ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് വമളാ മഈ ഇലാ ബൈദരി തംറിന, ഞങ്ങളുടെ കാരക്ക കൂട്ടിയിടുന്ന സ്ഥലം, ബൈദർ എന്ന് പറഞ്ഞാൽ അതാണ്, കാരക്ക ഒരുമിച്ച് ഇങ്ങനെ കൂനയാക്കിയിടുന്ന സ്ഥലം. അവിടെ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കാരണം മഹാനവറുകളെ പരാതി ഇത്തിരി കാരക്കയുള്ളത് കടം വീട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇക്കൊല്ലം നന്നായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, അബീഖ്, നിങ്ങളെ ബാപ്പ കടം കൊടുക്കാനുള്ള വരീമുകളൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുക. ആർക്കൊക്കെയാണോ ബാപ്പ കടം കൊടുക്കാനുള്ളത് അവരെയൊക്കെ ഇങ്ങോട്ട് വിളിക്കുക. അങ്ങനെ ഫദഅഉതുഹും, ഞാൻ അവരെ വിളിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്കിങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കാനുള്ള കടങ്ങളൊക്കെ അളന്ന് ശരിക്ക് കൊടുത്തു, പൂർണ്ണമായി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ പറഞ്ഞു, സുമ്മ ഇന്നി നദർതു ഇലൽ ബൈദർ ഫവജത്തുഹു കമാഹു, ആ കാരക്കൂട്ടം എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. കഅന്നഹു ലം തൻഖുസ് മിൻഹു തംറത്തുൻ വാഹിദ, ഒരൊറ്റ കാരക്ക പോലും അതിൽ നിന്ന് കുറയാത്തതുപോലെ. അവർക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്തു, അവർക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി. കാരക്കയിൽ നിന്ന് ഒന്നും കുറഞ്ഞിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഅ്ജിസത്ത് ഇരു കണ്ണുകളെ കൊണ്ട് കണ്ട് ഹൃദയം വെളുത്ത് വിശാലമായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അവരാണ് നമ്മുടെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ജാബിർ റളിയല്ലാഹു അൻഹുവിനൊക്കെ നമുക്കൊക്കെ നല്ല പരിചയമുണ്ട്. കാരണം ചെറുപ്പത്തിൽ തന്നെ നമ്മൾ കേട്ടുവരുന്ന, സുബ്ഹാനല്ലാഹ്, കിതാബുകളിൽ പരന്നു കിടക്കുന്ന ചരിത്രം. ഖന്ദഖ് കുഴിക്കുന്ന ഘട്ടത്തിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിയ സംഭവം നമുക്കറിയാലോ. ആ സമയത്തൊരു സ്വഹാബി വന്ന് വിളിച്ചില്ലേ,
തൻ്റെ വീട്ടിലേക്ക് വരണം, ഇത്തിരി മാവ് ചെറിയൊരു ആട്ടിനെ അറുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മഹാനവറുകളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചട്ടി താഴോട്ട് ഇറക്കരുത്, അവിടുന്ന് നീക്കി വെക്കരുത്, അതൊക്കെ അവിടെ നിന്നോട്ടെ, ഞങ്ങൾ വരാമെന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും കൂടെയുള്ള ഒന്ന് രണ്ട് ആളുകളെയും ക്ഷണിച്ചിട്ട് മഹാനവറുകളുടെ വീട്ടിലേക്ക് കടന്നു ചെന്നത് ആ ഖന്തക്കിലുള്ള ആ വലിയ സൈന്യമാണ്. മഹാനവറുകൾ പറയാണ്, അന്ന് എൻ്റെ മനസ്സിൻ്റെ പ്രയാസം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു വരുത്തി, സ്വഹാബികളെ വിളിച്ചു വരുത്തി, എല്ലാവർക്കും നന്നായി വിശക്കുന്ന ആ ഒരു ഘട്ടത്തിൽ വിളിച്ചു വരുത്തിയിട്ട് സാധനമില്ല എന്ന് പറയുന്ന ആ ഒരു അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ. അത് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല ആ സമയത്ത് എൻ്റെ ഒരു മാനസികാവസ്ഥ എന്ന് മഹാനവറുകൾ പറഞ്ഞത് കാണാം. ആ ഒരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുകയും എന്നിട്ട് അവിടുത്തെ ഉമിനീര് പകരുകയും എല്ലാവർക്കും വേണ്ടതുപോലെ കൊടുത്തു. അതുപോലെ എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തതിൻ്റെ ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഴിക്കുകയും സുമ്മ ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ലിംറഅതി, എൻ്റെ ഭാര്യയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ തങ്ങൾ പറയാണ്, കുലി നിങ്ങൾ കഴിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കഴിക്കുകയും ആ ദിവസത്തെ ഉരുണ്ടുകൂടിയ കാർമേഘം സുബ്ഹാനല്ലാഹ് പൊഴിഞ്ഞു വീഴുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ അവരുടെ ആ സങ്കടമൊക്കെ തീർന്ന വലിയ സംഭവമാണ്. ഉഹദിൻ്റെ ഖന്തഖിൻ്റെ പരിസരവാസിയായിരുന്ന ബഹുമാനപ്പെട്ട ജാബിർ ബിൻ അബ്ദുല്ലാഹിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കാണിച്ച ആ ഒരു ത്യാഗവും സന്നദ്ധതയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് ചെന്നതും അവിടെ മുഅ്ജിസത്ത് പ്രകടമാക്കിയതും, ഇതൊക്കെ ഓരോ സംഭവങ്ങൾ കാണുമ്പോൾ, ലൈവായി കാണുമ്പോൾ സ്വഹാബത്തിൻ്റെ ഈമാൻ അതിൻ്റെ വലുപ്പം, അതിൻ്റെ കടുപ്പം കൂടി വരികയാണ്. ഇങ്ങനെ നമുക്ക് ആ ഒരു സുപരിചിതനായ സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട സയ്യിദുന ജാബിർ റളിയല്ലാഹു അൻഹു. ഇനി വിശദീകരിക്കുന്നില്ല. മഹാനവറുകൾ പറഞ്ഞു, ഇനി നമുക്ക് ഹദീസ് വായിക്കാം. അന്ന റജുലൻ, ഒരു പുരുഷൻ, ഇവിടെ ഉദ്ദേശിക്കുന്നത് നുഅ്മാൻ ഇബ്നു ഖൗഖൽ ഖുസാഇ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഫഖാല അറഅയ്ത, ഹദീസിലൊക്കെ കാണാവുന്ന, സാധാരണ നമ്മൾ കേട്ട് കണ്ട് പരിചയമുള്ള ഒരു വേർഡാണ് അറഅയ്ത. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുക. ഖബ്ബിർനി അഖ്ബിർനി എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. റഈയിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ പറയൂ നബിയേ, നിങ്ങൾ പറഞ്ഞു തരൂ. ഇദാ സ്വല്ലൈതു, ഞാൻ നിസ്കരിക്കുകയാണെങ്കിൽ, അസ്വലവാത്തിൽ മക്തൂബാത്ത്, ഫർളാക്കപ്പെട്ട 5 നേരത്തെ നിസ്കാരങ്ങൾ, ഓരോ വിശ്വാസിയുടെ മേലിലും, അൽ മക്തൂബാത്ത് എന്ന് പറഞ്ഞാൽ അൽ മഫ്റൂളാത്ത്, നിശ്ചയിക്കപ്പെട്ട ഫർളാക്കപ്പെട്ട 5 നേരം നിസ്കാരം ഞാൻ നിർവഹിക്കുകയാണെങ്കിൽ, വസുംതു റമളാൻ, റമളാൻ മാസം ഞാൻ നോമ്പ് നോൽക്കുകയും ചെയ്യുകയാണെങ്കിൽ, ഈ റിപ്പോർട്ടിലുള്ളത് നമ്മുടെ ഈ ത്വരീഖിൽ കാണുന്നത് ഇത്ര മാത്രമാണ്. ഹജ്ജ് സക്കാത്ത് ആള് ചോദിച്ചിട്ടില്ല. ഒരുപക്ഷെ അതിൻ്റെ കാരണം അവർക്ക് ആ സമയത്ത് ഹജ്ജ് സക്കാത്ത് ഒന്നും നിർബന്ധമില്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ പല കാരണങ്ങളും അതിന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ നോമ്പ് നോൽക്കുകയും അതുപോലെ സക്കാത്ത് കൊടുക്കുകയും, ഞാൻ നോമ്പ് നോൽക്കുകയും 5 നേരം നിസ്കരിക്കുകയും ചെയ്തു.
എന്നിട്ട് വ അഹലൽത്തുൽ ഹലാൽ, വ അഹലൽത്തു ഞാൻ ഹലാലാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ ഹലാലായി കണ്ടു, ഹലാലാണെന്ന് വിശ്വസിച്ചു. അൽ ഹലാൽ, ഹലാലിനെ ഹലാലായി കണ്ടു. വഹറംതുൽ ഹറാം, ഹറാമിനെ ഞാൻ ഹറാമായി കണ്ടു. അതായത് ഒന്ന് ഹറാമായി കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ എഅ്തഖദ്തു അന്നഹു ഹറാം, അത് ഹറാമാണെന്ന് വിശ്വസിച്ചു. രണ്ടാമത്തത് ഹറാമിനെ ഹറാമായി കണ്ടു എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ചെയ്തില്ല. അപ്പോൾ ഹറംതുൽ ഹറാമ, ഹറാമിനെ ഞാൻ ഹറാമാക്കി എന്ന് പറഞ്ഞാൽ ഹറാമിനെ ഞാൻ ചെയ്തില്ല, ഹറാമിനെ ഞാൻ ഹറാമാണെന്ന് വിശ്വസിച്ചു. വലം അസിദ് അലാ ദാലിക ഷൈഅൻ, വലം അസിദ് ഞാൻ വർദ്ധിപ്പിച്ചില്ല, അലാ ദാലിക അതിനേക്കാൾ, ഈ പറയപ്പെട്ടതിനേക്കാൾ. അതായത് 5 വക്ത് നിസ്കരിച്ചു, റമദാനിൽ നോമ്പ് വെച്ചു, ഹലാലിനെ ഞാൻ ഹലാലാണെന്ന് വിശ്വസിച്ചു, ഹറാമിനെ ഹറാമാണെന്ന് വിശ്വസിക്കുകയും അത് ചെയ്യാതിരിക്കുകയും ചെയ്തു. ഇതിനേക്കാൾ ഒന്നും ഞാൻ കൂടുതലാക്കിയില്ല. അദ്ഖുലുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിക്കുമോ നബിയേ? ഇതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. നുഅ്മാൻ ഇബ്നു ഖൗഖലുൽ ഖുസാഇ എന്നവരുടെ ചോദ്യം. അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ജാബിർ ബിൻ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ഞാൻ സ്വർഗത്തിൽ കടക്കുമോ? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നഅം, അതെ എന്ന് പറഞ്ഞു. അപ്പോൾ ഫർള് മാത്രം എടുത്ത് ഒരാൾ ജീവിച്ചാൽ സ്വർഗത്തിൽ കടക്കുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ദീൻ എന്ന് പറയുന്നത് ലളിതമാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം ലളിതമാണ്. ഒരുപക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇസ്ലാം അടുത്ത ആളുകളോട്, അടുത്ത കാലത്തിൽ ഇസ്ലാമിലേക്ക് വന്നവരോട് എല്ലാ കാര്യവും പറയില്ല. ഇസ്ലാമിലേക്ക് വരുന്ന ഒരാളോട്, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് സമീപകാലത്ത് വന്ന ഒരാളോട് എല്ലാ കാര്യവും ഒരുപക്ഷെ അവരോട് പറയില്ല. അത് അവർക്ക് എളുപ്പം ലഭിക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ കൂടുതൽ കാര്യം ചെയ്യേണ്ടി വരുമോ എന്ന ഒരു പ്രയാസം അവർക്ക് വരാതിരിക്കാൻ വേണ്ടി. അതുപോലെ ഈ ഒരു ഹദീസ് മാത്രമല്ല, മറ്റു പല ഹദീസുകളിലും സുന്നത്തുകൾ എടുക്കുന്നതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ പ്രോത്സാഹനവും ധാരാളം നമുക്ക് കാണാൻ കഴിയും. എത്രയോ ഹദീസുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സ്വഹാബികളുടെയും ജീവിതം, ഇതൊക്കെ വായിക്കുമ്പോൾ സുന്നത്തുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപക്ഷെ ആ സ്വഹാബിക്ക് എളുപ്പം നൽകാൻ വേണ്ടി, അതുപോലെ സുന്നത്തുകൾ മാത്രം എടുത്താൽ, സുന്നത്തുകളെ സുന്നത്തായി, ഫർളിനെ ഫർളായി കാണാൻ പഠിപ്പിക്കുകയാണ്. സുന്നത്തൊരിക്കലും ഫർളല്ല എന്ന് നിർബന്ധമല്ല എന്ന് പഠിപ്പിക്കുകയാണ് ഈ ഹദീസ്. സുന്നത്ത് തന്നെയാണ്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ ചെയ്യൽ നിർബന്ധമില്ലല്ലോ, ഒഴിവാക്കിയെന്ന് കരുതിയിട്ട് ശിക്ഷയില്ലല്ലോ. അപ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. അതിനു പുറമെ മുമ്പ് നമ്മളൊരു ഹദീസ് പഠിച്ചിട്ടുണ്ട്, എത്ര അമല് ചെയ്താലും അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് ഒരാൾക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഫർളുകൾ ചെയ്താൽ സ്വർഗത്തിൽ കടക്കുമെന്ന് പറഞ്ഞാൽ അതിന് അള്ളാഹുവിൻ്റെ ഔദാര്യം നിർബന്ധമാണ്. അപ്പോൾ ഒരാളുടെ സ്വർഗപ്രവേശനം എന്ന് പറയുന്നത് അള്ളാഹിൻ്റെ ഔദാര്യം മാത്രമാണ്. രണ്ടാമത്തത്, സ്വർഗത്തിൽ ലഭിക്കുന്ന മർത്തബകൾ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ തോതനുസരിച്ചാണ്. സ്വർഗത്തിലേക്ക് നമ്മൾക്ക് ഒരുപാട് നിസ്കരിച്ചത് കൊണ്ട് അല്ലാഹു തആല നമുക്ക് സ്വർഗം തരൽ അവന് നിർബന്ധമില്ല. എന്നാൽ സ്വർഗം തന്ന ഒരാൾ, സ്വർഗത്തിൽ പ്രവേശിച്ച ഒരാൾ ഫർദ് മാത്രം എടുത്താൽ അയാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ ഫർദും സുന്നത്തും എടുത്ത ആളും സ്വർഗത്തിൽ പ്രവേശിക്കും. പക്ഷേ ഇന്ന റഹ്മത്തുല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, ഖുർആൻ പറഞ്ഞില്ലേ, നന്മ ചെയ്യുന്ന ആളുകളോട് അള്ളാഹിൻ്റെ റഹ്മത്ത് അത് വളരെ അടുത്തതാണ്. അപ്പോൾ
നന്മയുടെ തോതനുസരിച്ച് കൂടുതൽ നന്മ ചെയ്തവർക്ക് വലിയ ദറജ ലഭിക്കും, അതിലും കുറച്ച് നന്മ ചെയ്തവർക്ക് അതിലും കുറച്ച് പദവി ലഭിക്കും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ചോദ്യത്തിന് മറുപടി പറയുന്നത് ചോദ്യകർത്താവിൻ്റെ മാനസികാവസ്ഥയും അവിടുത്തെ സന്ദർഭം അനുസരിച്ചായിരിക്കും. എന്നാൽ മറ്റു സന്ദർഭങ്ങളിൽ, നൂറുകണക്കിന് സന്ദർഭങ്ങളിൽ സുന്നത്തുകൾ ചെയ്യാനും അതിൻ്റെ പ്രതിഫലവും അതിൻ്റെ രീതികളും അതിൻ്റെ നേട്ടങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ നന്നായി ധാരാളം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഒരുപക്ഷെ ഇന്ന് രാത്രി റബീഉൽ അവ്വൽ ആവും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനം കൊണ്ട് അനുഗ്രഹീതമായ വലിയ മഹത്വമുള്ള ദിവസങ്ങളും മാസങ്ങളുമാണ് കടന്നു വരുന്നത്. സ്വലാത്തിലൂടെയും മദ്ഹിലൂടെയും മദ്ഹ് കേൾക്കുന്നതിലൂടെയും അവിടത്തോടുള്ള ബന്ധം വർദ്ധിപ്പിക്കാനും അല്ലാഹു തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫർള് മാത്രമെടുത്ത ആള് സ്വർഗത്തിൽ കിടക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നാണ് മറുപടിയെങ്കിൽ സുന്നത്തായ കാര്യങ്ങളും ചെയ്യൽ നിർബന്ധമാണ് എന്ന് വരും. അത് വരാൻ പാടില്ലല്ലോ. അപ്പോൾ ഹലാലുകളൊക്കെ ഹലാലായി കണ്ട് ഹറാമുകളൊക്കെ ഹറാമായി കണ്ട് അതെല്ലാം ഒഴിവാക്കി ഫർളുകൾ മാത്രമെടുത്ത ഒരാൾ, അദ്ദേഹത്തിനും സ്വർഗപ്രവേശനത്തിന് സാധ്യതയുണ്ട്. ഈ ഒരു ഹദീസ് നമുക്കൊക്കെ അമലുകൾ കുറഞ്ഞ നമുക്ക് വലിയ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഫർളുകളുടെ പോരായ്മകൾ പരിഹരിക്കാൻ, ഫർള് നിസ്കാരത്തിൻ്റെ പോരായ്മകൾ പരിഹരിക്കാൻ അതിൻ്റെ മുമ്പും ശേഷവും സുന്നത്ത് നിസ്കാരം വെച്ചതുപോലെ, അതുപോലെ മറ്റു ദിക്ർ ദുആകൾ നമ്മുടെ ഹസനാത്തുകൾ വർദ്ധിപ്പിക്കാൻ വെച്ചതുപോലെ. കാരണം ഈ സ്വഹാബിയെ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവരെ ചോദ്യം, ഒറ്റ ഹറാം കൊടുത്തിട്ടില്ല, ഹറാമിനെ ഹറാമായി തന്നെ കണ്ടു, ഹറാമിനെ ഒഴിവാക്കി, ഹലാല് ഹലാലാണെന്ന് വിശ്വസിച്ചു. അങ്ങനെ ഒരു പാപവും ചെയ്യാത്ത ഒരാൾക്ക് ഈ നിസ്കാരവും നോമ്പും തന്നെ ധാരാളമായിരിക്കും. അത് അവർക്ക് വലിയ പ്രതീക്ഷയായിരിക്കും. നമ്മളങ്ങനെയല്ല, പാപക്കഴത്തിലാണ് ജീവിക്കുന്നത്. ഹറാം കാണാതെ യാത്ര ചെയ്യാൻ കഴിയാത്ത, ഹറാം സംഭവിക്കാത്ത ദിവസങ്ങളില്ലാത്ത ജീവിതമാണ് നമ്മുടേതെങ്കിൽ നമ്മൾ എത്ര സുന്നത്തുകൾ എടുത്ത് പാപങ്ങൾ കഴുകി നന്മകൾ വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ തിന്മകൾ കഴുകേണ്ടി വരും എന്ന് ഈ ഹദീസിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട് കഴിവിൻ്റെ പരമാവധി ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ ഈ റബീഉൽ അവ്വൽ മുന്നിൽ കണ്ട് മാനസികമായി ഒരുങ്ങി പ്രവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി ഈ 22ാമത്തെ ഹദീസ് തൽക്കാലം അതിൻ്റെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ആമീൻ യാ റബ്ബൽ ആലമീൻ.